ആദ്യത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർവ്യൂ കഴിഞ്ഞു വരുന്ന വഴി സുധീഷ് നിധിയോടായി ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പ്രേമത്തെപ്പറ്റി ഇയാൾ എന്താ വിചാരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിക്കുന്നില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേട്ട് അല്പം നിരാശയോടെ സുധീഷും അതും തൊലഞ്ഞു. ഇവൾ ഒരു സ്റ്റെപ്പ് ഇട്ടാലല്ലേ ഒരു 4 സ്റ്റെപ്പ് ഇട്ട് എനിക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റൂ. ഇങ്ങനെ ഗേറ്റ് അടിച്ച് താഴിട്ട് പൂട്ടി വെക്കണോ മനസ്സ് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും നിധിയോടായി ഈ പ്രേമിക്കുന്നവരെ പറ്റി എന്താ വിചാരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവരെ പറ്റി ഞാൻ എന്ത് വിചാരിക്കാനാ, അവരല്ലേ വിചാരിക്കണ്ടേ എന്ന് നിധിയും പറയുന്നുണ്ട്. എങ്കിൽ അത് പോട്ടെ, ഒരു കാര്യം ചോദിക്കാം, ഈ പ്രേമിക്കുന്നത് നല്ലതാണോ തെറ്റാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതെന്തൊരു ചോദ്യം, അത് നല്ല കാര്യല്ലേ, ഈ ലോകം ഉണ്ടായത് മുതൽ പ്രേമമുള്ളതല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെങ്കിൽ നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നിധിയും പറയുന്നുണ്ട്. ആരെയും പ്രേമിച്ചിട്ടില്ലേ, ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ക്രഷ് അങ്ങനെയൊന്നും എന്നവൻ ചോദിക്കുമ്പോൾ ക്രഷ് ഉണ്ടായിരുന്നു മുമ്പ്. +2 പഠിക്കുന്ന സമയത്താ. ട്യൂഷന് പോകുന്ന സ്ഥലത്ത് ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. അവനോടൊരു കുഞ്ഞിഷ്ടമുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവനെ പിന്നെ കണ്ടേയില്ല എന്ന് നിധി പറയുമ്പോൾ എന്നാ ഇയാൾക്കൊന്ന് അന്വേഷിച്ചു നോക്കിക്കൂടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പേര് വെച്ച് അന്വേഷിച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് സുധീഷ് പറയുമ്പോൾ എന്തിന് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണമെന്നുണ്ടാവില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ എന്തിന്, ട്യൂഷൻ സമയത്ത് കൂട്ടുകാരൊക്കെ ചേർന്ന് അതും ഇത് പറഞ്ഞുണ്ടാക്കിയ ആ സമയത്തെ ഒരു രസം, അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായില്ലേ, ഇനി അതൊക്കെ ചിന്തിച്ച് നിൽക്കാൻ എനിക്ക് എന്താ വട്ടാണോ എന്ന് നിധിയും പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ കോളേജിൽ വെച്ചോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ അന്ന് ബീച്ചിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ, എനിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. അതെന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതിപ്പോൾ ഞാൻ എന്താ പറയാ, ചിലപ്പോൾ എൻ്റെ അച്ഛനെ പേടിച്ച് പിള്ളേർക്ക് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിയാ എന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് അങ്ങോട്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ തന്നെ നേരം ഉണ്ടായിരുന്നില്ല, പിന്നെയാ എന്ന് നിധിയും പറയുന്നുണ്ട്. നിധിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാനാ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ആരോടേലും വല്ല പ്രേമമോ ക്രഷോ അങ്ങനെ എന്തെങ്കിലും എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ശരി, ആരെയും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. പിന്നില്ലേ, അതൊക്കെ വലിയ കഥകളാന്നേ, നന്നായൊന്ന് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഓരോന്നും നല്ല കിടിലൻ സിനിമകളാക്കാം. ഒരു ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മതി ഇനി പറയണ്ട, ഒരു സിനിമയുടെ അത്രയുണ്ടല്ലോ, അത്രയും കേൾക്കാനുള്ള മൂഡില്ല എന്ന് നിധി പറയുമ്പോൾ എങ്കിൽ ഞാൻ ചുരുക്കി ഷോർട്ട് ഫിലിമിൻ്റെ അത്രയാക്കാം എന്നിട്ട് പറയാം എന്ന് സുധീഷും പറയുന്നുണ്ട്. ഏയ് അത് വേണ്ടാന്നേ, ഈ പാട്ടും കൂടി കഴിഞ്ഞാൽ വീട്ടിലെത്തും, പിന്നെ എന്തിനാ വെറുതെ ഓരോ കഥയും പാട്ടും ഒക്കെ എന്ന് നിധി പറയുമ്പോൾ മുഖത്ത് ഒരു ചിരി വരുത്തിക്കണ്ട് സുധീഷും മനസ്സിൽ എങ്ങനെ വളയ്ക്കാൻ നോക്കിയിട്ടും വളയുന്നില്ലല്ലോ ഈശ്വര, ഒന്ന് കൊത്തിയെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അങ്ങ് മുങ്ങിക്കളയും എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് വീട്ടുമുറ്റത്തെത്തി കാറ് നിർത്തുന്ന സുധീഷ് നിധി ബാഗിൽ നിന്നും കാശെടുക്കുന്നത് കാണുന്നുണ്ട്. ഇതെന്തിനാ കാശെടുക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ തിരിച്ചു കൊണ്ടുവന്നില്ലേ അതിന് എന്ന് നിധി പറയുമ്പോൾ അത് ശരി, എന്നെ ഇങ്ങനെ അപമാനിക്കല്ലേ കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്ക് വേണ്ടിയല്ലേ ഇയാൾ ജോലിയൊക്കെ മാറ്റി വെച്ച് കൂടെ വന്നത്, അതുകൊണ്ടാ ഈ കാശ് വാങ്ങിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് കറി കയറുമ്പോൾ ആകെ എന്തോ പോലെ ആവും, പ്ലീസ് എന്ന് നിധി പറയുമ്പോൾ അതൊന്നും ശരിയാവില്ലെന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ഒരു ശരിക്കേടുമില്ല, ഇതാ എന്ന് പറഞ്ഞ് കാശ് അവന് നീട്ടുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ കാശ് വാങ്ങാതിരിക്കുമ്പോൾ അവൾ ആ കാശെടുത്ത് കാറിന്റെ മുന്നിലേക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങാത്തത് കണ്ട് കാറിന്റെ ഗ്ലാസ്സിൽ തട്ടി സുധീഷിനോട് അകത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് അവള് അകത്തേക്ക് കയറി പോവുകയാണ്. അത് കണ്ട് സുധീഷും ഓക്കേന്നോ, ഒന്ന് കയറിയിട്ട് പോ എന്നും കൂടി പറഞ്ഞില്ല. സുഭാഷ് ചേട്ടൻ വരെ കൂടെ പിറക്കാത്ത ചേട്ടൻ, ഞാൻ വെറും ഡ്രൈവർ, ഈ കാശ് തന്ന് കടം വീട്ടിയാ എന്നും പറഞ്ഞ് കാശെടുത്ത് എറിയാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ആ കാശിലേക്കൊന്ന് നോക്കി, അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് കാശെടുത്ത് കീശയിലേക്ക് ഇട്ട് നേരെ കാറും എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. നിധി അകത്തേക്ക് കയറി വരുമ്പോൾ ഡൈനിങ് ഹാളിൽ മേശയിൽ എന്തോ നോക്കിയിരിക്കുന്ന നികേഷിനെയാണ് കാണുന്നത്. നിധി സംശയത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അവന്റെ അമ്മയുടെ ഫോട്ടോ നോക്കി ഇരിക്കുന്നതാണ് കാണുന്നത്. നിധി വന്നതറിയാതെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുന്ന നികേഷിനെ നിധി ഒന്ന് വിളിക്കുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് അവളെ നോക്കി ആ ഫോട്ടോ എടുത്ത് ബുക്കിനകത്തേക്ക് വെച്ച് വിഷമത്തോടെ വീണ്ടും അവളെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോഴേക്കും സുനന്ദയുടെ വീട്ടിൽ കല്യാണ തലേന്നിന്റെ ആഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. സുധീഷിന്റെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ഹാളിൽ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. സുനന്ദയുടെ വീട്ടിൽ വെച്ച ഉച്ചത്തിലുള്ള പാട്ട് കേട്ട് ഉമ്മർത്തിരിക്കുന്ന ഭാസ്കരനും ഒരു തോർത്തെടുത്ത് വീശിക്കൊണ്ട് അല്ലെങ്കിൽ തന്നെ ചൂടാ, അതിന്റെ ഇടയിലായി ഈ പാട്ടും കൂടെ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ ലൈൻമാന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്ത് കറണ്ട് കട്ടിയേക്കായിരുന്നു എന്നും പറഞ്ഞ് അയാളെ തന്റെ കട്ടിലിനടിയിലുണ്ടായ ബ്രാൻഡി എടുത്ത് കുടിക്കുന്നുണ്ട്. ഭാസ്കരൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അകത്തേക്ക് നോക്കി ഡാ ഹരീഷേ, അവരോട് ചെന്ന് പാട്ട് ഓഫാക്കാൻ പറയടാ എന്ന് പറയുന്നുണ്ട്. സുധീഷും ഹരീഷിനോടായി എടാ, അയാൾ പറയുന്നത് കേട്ട് നീ ചെന്ന് അവിടെ വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ആര് പോകുന്നു, ഉറക്കം വരുന്നില്ലെങ്കിലേ ചെവിയിൽ വല്ല കല്ലും എടുത്ത് വെച്ച് കിടക്കാൻ നോക്ക്, അല്ലെങ്കിലേ നിങ്ങൾ കാരണം അമ്മായും വല്യച്ഛനൊക്കെ നമ്മളോട് മിണ്ടാതായത്,
അതുകൊണ്ടാ സുനന്ദയുടെയും സുഭാഷ് ചേട്ടന്റെയും കല്യാണം നടക്കാതെ പോയത് എന്ന് ഹരീഷ് പറയുന്നത് കേട്ട്, അതേടാ, ഇനി അതും എന്റെ തലയിലേക്ക് ഇട്ടോ. അവളുടെ അച്ഛൻ ദുബായിന്ന് നല്ല കിടിലൻ ചെറുക്കനെ കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അവള് നിന്റെ ചേട്ടൻ മേസ്തിരിയെ തേച്ചു എന്ന് ഭാസ്കരനെ വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എന്തോ ആലോചിച്ച പോലെ സുധീഷ് പെട്ടെന്ന്, അല്ല സുഭാഷ് ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോൺ വന്നിരുന്നു, വരുന്നുണ്ടെന്നാ പറഞ്ഞേ എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചേട്ടനാകെ ടെൻഷനില്ല. ഇതൊന്നും കഴിഞ്ഞു കിട്ടണ്ടേ എന്ന് നിധി പറയുമ്പോൾ, വിഷമമൊന്നും പുറത്ത് കാണിക്കില്ലല്ലോ, എല്ലാം ഉള്ളിൽ തന്നെ അമർത്തി വെച്ചിരിക്കും എന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും, സുഭാഷ് ചേട്ടൻ അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് എത്ര ട്രൈ ചെയ്തതാ, ഒന്ന് ഇറങ്ങി വരാൻ പോലും അവള് ശ്രമിച്ചില്ലല്ലോ, കല്യാണം കഴിഞ്ഞ് പോകുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനോടായി. എടാ നികേഷേ, നീ സുഭാഷ് ചേട്ടനെ ഒന്ന് വിളിച്ചേ, ചിലപ്പോൾ പൺസൈറ്റിൽ തന്നെ ഇരിക്കുകയാണെങ്കിലോ, എവിടെ എത്തിയെന്ന് ചോദിച്ചു നോക്ക് എന്ന് സുധീഷ് പറയുമ്പോൾ നികേഷും ഫോൺ എടുത്ത് സുഭാഷിനെ വിളിക്കുന്നുണ്ട്. 2 ദിവസമായി സുഭാഷ് ചേട്ടന്റെ പ്രകൃതം തീരെ ശരിയില്ല, ഇനി കല്യാണം കൂടി കഴിയുമ്പോൾ എങ്ങനെ ഓവർകം ചെയ്യുന്ന എന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. നികേഷ് ഫോൺ ചെയ്യുമ്പോഴേക്കും സുഭാഷ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തല്ലോ എന്ന് നികേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കവറുമായി സുഭാഷ് വീട്ടിലേക്ക് കയറി വരികയാണ്. സിറ്റ് ഔട്ടിലിരിക്കുന്ന ഭാസ്കരനും, കേട്ടില്ലേടാ അടിയന്തര പാട്ട് എന്ന് സുഭാഷിനോട് പറയുന്നുണ്ട്. സുഭാഷും അകത്തേക്ക് കയറി വന്ന് എല്ലാവരോടുമായി, ഇവിടെ എത്താറായപ്പോഴാണ് നീ വിളിച്ചത്, പിന്നെ എഞ്ചിനീയർ വന്നുകൊണ്ട് ആളെ കാത്തു നിന്നു, അതാ കുറച്ച് വൈകിയേ എന്ന് സുഭാഷ് പറയുമ്പോൾ, ഇതെന്താ കയ്യിൽ പാഴ്സലൊക്കെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല എന്ന് കരുതി, അപ്പൊ പിന്നെ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചു, വൈകാതെ കഴിച്ചേ എന്നും പറഞ്ഞ് സുഭാഷ് ആ പൊതി താഴേക്ക് വയ്ക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ടെൻഷനോടെ നോക്കി നിൽക്കുന്നത് കണ്ട്, എന്താ എന്ത് പറ്റി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിധിയോടായി സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് സുധീഷും മറുപടി പറയാണ്. പിന്നെ ഞാൻ പ്ലേറ്റ് എടുത്തു വെക്കാം, സുഭാഷ് ഏട്ട പോയി കുളിച്ചിട്ട് വാ എന്ന് നിധി പറയുമ്പോൾ, ഇത് നിങ്ങൾക്കായിട്ട് വാങ്ങിയതാ, എനിക്കങ്ങനെ വിശപ്പില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതെന്താ വിശപ്പില്ലാത്തെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, എനിക്കെന്തോ ചെറിയൊരു തലവേദന എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഈ തലവേദന എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, അത് മാറിക്കോളും, ഞാനിപ്പോൾ വരാം, നിങ്ങൾ കഴിക്ക് എന്ന് പറഞ്ഞ് സുഭാഷ് റൂമിലേക്ക് പോകുന്നുണ്ട്. സുഭാഷ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവരതേ നിൽപ്പ് നിൽക്കുന്നത് കണ്ട്, നിങ്ങൾ ഇതുവരെ കഴിക്കാൻ തുടങ്ങിയില്ലേ, അതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണല്ലോ, കൈ കഴുകിയിട്ട് വാ, ഞാൻ പ്ലേറ്റ് എടുത്ത് വയ്ക്കാം എന്ന് പറയുമ്പോഴേക്കും നികേഷും ഹരീഷും കൈ കഴുകാനായി പോകുന്നുണ്ട്. സുധീഷ് കൈ കഴുകാതെ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട്, കൈ കഴുകുന്നില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അധികം ചളിയൊന്നും ഇല്ലാന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ, കുറച്ചുണ്ടല്ലോ, അത് കഴുകി കളഞ്ഞിട്ട് വാ എന്ന് നിധി പറയാണ്. എന്ന് നിധിയും പറയുന്നുണ്ട്. ഇവിടെ ഇരുന്നില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ, എഴുന്നേക്കാലോ എന്ന് നിധിയും പറയാണ്. നിധി അടുക്കളയിലേക്ക് കൈ കഴുകാൻ പോകുമ്പോഴേക്കും സുധീഷും പുറകെ തന്നെ കൈ കഴുകാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും കൈ കഴുകി വരുന്ന ഹരീഷ് സുധീഷിനോടായി, ഇത്തിരി വൃത്തിക്കൊക്കെ നടന്നൂടേടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും പ്ലേറ്റ് എടുത്ത് ബിരിയാണി കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനും അകത്തേക്ക് വന്ന്, ഇന്ന് പുറത്തുനിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് അതേ എന്ന് പറയുന്നുണ്ട്. ബിരിയാണിയാണോ, പോത്തോ കോഴിയോ എന്നയാൾ ചോദിക്കുമ്പോൾ കോഴി എന്നവൻ പറയുന്നുണ്ട്. ആ, കല്യാണത്തലേന്ന് കോഴി ബിരിയാണി നല്ലതാ, എനിക്കിങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് അയാൾ അത് വാങ്ങിക്കുന്നുണ്ട്. സുഭാഷ് എല്ലാവർക്കുമായി ബിരിയാണി കൊടുത്ത്, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ എല്ലാവരും ടെൻഷനോടെ അവനെ നോക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ വേണ്ട ഞാനും ഇരിക്കാം എന്നും പറഞ്ഞ് കുറച്ച് ബിരിയാണി തൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാനിരിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടന് ബിരിയാണി ഇഷ്ടമാണല്ലോ, പിന്നെന്താ ഇത്ര കുറച്ചെടുത്തേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേടാ തലവേദനയാന്ന് എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവനെ തലവേദനയല്ല, ഹൃദയവേദനയാ, ആ പുതിനയുടെ വീട്ടിലെ പാട്ട് നിൽക്കുമ്പോഴേ നീ അവന് മാനസമൈനെ വെച്ച് കൊടുക്ക് എന്ന് ഭാസ്കരൻ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നത് കേട്ട്, ഇങ്ങനെ ഞാൻ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നികേഷ് എഴുന്നേക്കാൻ ഒരുങ്ങുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കഴിച്ചേ എന്ന് നിധി പറയുമ്പോൾ സുഭാഷും ബിരിയാണി എടുത്ത് കഴിക്കുന്നുണ്ട്. ടെൻഷനോടെ ബിരിയാണി വാരി കഴിക്കുമ്പോൾ പെട്ടെന്ന് സുഭാഷിന് ചുമ വരുന്നുണ്ട്. നിധി പതുക്കെ എന്നും പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ സുഭാഷ് അതെടുത്ത് കുടിക്കുകയാണ്. മറ്റുള്ളവരും അപ്പോഴേക്കും ബിരിയാണി എടുത്ത് കഴിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പുറത്ത് പാട്ട് നിർത്തിയത് കേട്ട്, ഓ നിർത്തിയോ എന്നും പറഞ്ഞ് ഭാസ്കരനും തന്റെ കട്ടിലിനടിയിൽ വെച്ച ബോട്ടിലെ വെള്ളം എടുത്ത് അവിടുന്ന് തന്നെ കൈ കഴുകുന്നുണ്ട്. ഭാസ്കരൻ കടലിലെ ഓളവും കരളിലെ മൗനവും എന്ന പാട്ട് പാടുമ്പോഴേക്കും സുഭാഷും ടെൻഷനോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ അച്ഛനെ വഴക്ക് പറയാൻ എഴുന്നേൽക്കുമ്പോൾ, സുഭാഷെ അച്ഛനോട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, എന്ത് പറഞ്ഞാലും അച്ഛൻ തന്റെ ഭാഗം ന്യായീകരിക്കാനേ നോക്കൂ. സുഭാഷ് ഏട്ടൻ അത് കേൾക്കുമ്പോൾ കൂടുതൽ സങ്കടാവേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ തന്നെ നിർത്തിക്കോളും എന്ന് അവൾ പറയുമ്പോൾ സുധീഷും അതനുസരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴും അച്ഛൻ പുറത്തെ കട്ടിലിരുന്ന് മാനസമൈനെ പാടുന്നുണ്ട്. അവിടെ മുറിയിൽ ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിനെയും കല്യാണ വീട്ടിൽ കരഞ്ഞുകൊണ്ട് തന്റെ റൂമിലിരിക്കുന്ന സുനന്ദയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി